നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഇനി ഓർമ്മകൾ കഥ പറയും. പ്രിയപ്പെട്ട ശ്രീനിക്ക് വിട നൽകി കേരളം. എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. പ്രിയപ്പെട്ട പേനയും പേപ്പറും നെഞ്ചിൽ ചേർത്ത് ശ്രീനിയുടെ മടക്കം. യാത്രക്കാർക്ക് തിരിച്ചടി. വീണ്ടും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച് റെയിൽവേ. സ്ത്രീ സുരക്ഷാ പദ്ധതി അപേക്ഷകൾ നാളെ മുതൽ. പ്രതിമാസം 1000 രൂപ ധനസഹായം. തദ്ദേശ സ്ഥാപന അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുമെന്ന് മുന്നറിയിപ്പ്. NHM ഫണ്ടിൽ പിടിമുറുക്കാൻ കേന്ദ്രം. SIR വെട്ടിയത് 3 കോടി വോട്ടർമാരെ. 14 വർഷത്തിനുമേൽ ജീവപര്യന്തം വിധിക്കാൻ വിശദമായ വാർത്തകളിലേക്ക് പോകാം. എക്കാലവും ഓർമ്മിക്കാൻ 1000 നിമിഷങ്ങൾ ബാക്കിയാക്കി മലയാളത്തിൻ്റെ ശ്രീനി മടങ്ങി. ഇന്ന് രാവിലെ 11:30 ഉദയംപേരൂർ കണ്ടനാട്ടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ ശ്രീനിവാസനെ ആദരവോടെ നാട് വിട ചൊല്ലി. ശനിയാഴ്ച രാവിലെ 8:30 തൃപ്പണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവിധ രോഗങ്ങളെ തുടർന്ന് കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു. പ്രിയ നടൻ്റെ മരണ വിവരം അറിഞ്ഞതോടെ തൃപ്പണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് ജനം ഒഴുകി. പകൽ 11 മൃതദേഹം കണ്ടനാ വട്ടക്കുന്ന് റോഡിലുള്ള പാലാഴി വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ ജനക്കൂട്ടം വഴിയിൽ കാത്തുനിന്നു. 12 പൊതുദർശനത്തിനായി എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിച്ചു. 3 വരെയായിരുന്നു പൊതുദർശനം തീരുമാനിച്ചിരുന്നെങ്കിലും ജനത്തിരക്ക് കാരണം 3:45 വരെ നീണ്ടു. തുടർന്ന് കണ്ടനാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മകനും നടനുമായ വിനീത് ശ്രീനിവാസൻ ചെന്നൈയിലേക്ക് പോകാൻ രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. മരണ വാർത്ത അറിഞ്ഞതോടെ തിരികെ തൃപ്പണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തി. കോഴിക്കോട് ഷൂട്ടിങ്ങിലായിരുന്ന മകൻ ധ്യാനും മടങ്ങിയെത്തി. സിനിമ, സാംസ്കാരിക രാഷ്ട്രീയ ലോകവും സമൂഹവും തന്നെയും കണ്ടനാട്ടേക്ക് ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് കേരളം കണ്ടത്. നടൻ മമ്മൂട്ടി വീട്ടിലും പിന്നീട് ടൗൺ ഹാളിലും എത്തി. മോഹൻലാൽ ഉച്ചകഴിഞ്ഞ് ടൗൺ ഹാളിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM ജനറൽ സെക്രട്ടറി MA ബേബി, മന്ത്രിമാരായ P രാജീവ്, സജി ചെറിയാൻ, ഹൈബി ഈഡൻ MP, MLA TJ വിനോദ് തുടങ്ങി നിരവധി ആളുകളാണ് ശ്രീനിവാസന് ആദരമർപ്പിക്കാൻ എത്തിയത്. ഇന്ന് രാവിലെ കണ്ടനാട്ടെ വീട്ടിൽ തിരക്ക് ഒഴിഞ്ഞിരുന്നില്ല. അണമുറിയാത്ത സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെ കണ്ടനാട്ടെ പ്രതിഫലിക്കുകയായിരുന്നു. 48 വർഷം സിനിമകളിലൂടെയും ജീവിതത്തിലൂടെയും നിരവധി ആശയങ്ങൾ പങ്കുവച്ചാണ് ശ്രീനിവാസൻ യാത്രയാകുന്നത്. ഇത്രയുമേറെ ചിന്തിക്കാനും അതിലേറെ ആസ്വദിക്കാനും 4.5 പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര സബരിയിൽ സമൂഹത്തിൽ ശ്രീനിവാസൻ കൊത്തിവെച്ച വരികൾ കാലാതിവർത്തിയായി തുടരുന്നു. സ്ക്രീനിലെത്തുന്ന കഥാപാത്രത്തെ കാണുമ്പോൾ പ്രേക്ഷകന് അത് നമ്മൾ തന്നെയല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രസതന്ത്രമായിരുന്നു ശ്രീനിവാസൻ. ആ ഓർമ്മകൾ ബാക്കിയാകുകയാണ്. പ്രിയപ്പെട്ട ശ്രീനി വിട. മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകളിൽ വൈകാരിക മുഹൂർത്തങ്ങൾ. ശ്രീനിവാസന് ഏറെ പ്രിയപ്പെട്ട പേനയും എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന വാക്കുകൾ എഴുതിയ പേപ്പറും നെഞ്ചോട് ചേർത്തായിരുന്നു മലയാളത്തിന്റെ ശ്രീനിയുടെ മടക്കം. ഉറ്റ സുഹൃത്ത് സത്യൻ അന്തിക്കാടാണ് പേപ്പറും പേനയും ശ്രീനിവാസന്റെ ശരീരത്തിൽ ചേർത്തുവെച്ചത്. ധ്യാൻ ശ്രീനിവാസന്റെ താൽപര്യപ്രകാരമാണ് പേപ്പറും പേനയും മൃതദേഹത്തിൽ വെച്ചത്. ഉദയംപേരൂർ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ 11:30 ശ്രീനിവാസന്റെ സംസ്കാരം. മക്കളായ വിനീതും ധ്യാനും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. ആയിരങ്ങളാണ് തങ്ങളുടെ പ്രിയ ശ്രീനിയെ കാണാനായി വീട്ടിലേക്ക് എത്തിയത്. 10 മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരുന്നതെങ്കിലും കാണാൻ ജനം ഒഴുകിയതോടെ 11 മണിക്ക് ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തമിഴ് താരം സൂര്യ ഇന്ന് രാവിലെ വീട്ടിലെത്തി ശ്രീനിവാസന് അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. പൃഥ്വിരാജ്, വിനീത്, ജഗദീഷ്, പാർവതി തിരുവോത്ത്, സംവിധായകൻ ഫാസിൽ എന്നിവർ ഇന്ന് വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 8:30 തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവിധ രോഗങ്ങളെ തുടർന്ന് കുറച്ചുകാലമായി ചികിത്സയിലായിരുന്നു. തദ്ദേശ സ്ഥാപനാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഭരണാധികാരിക്ക് മുൻപാകെ ദൃഢപ്രതിജ്ഞ ചെയ്തത് അധികാരമേറ്റു.
ജില്ലയിലെ 71 ഗ്രാമപഞ്ചായത്തുകളിലെയും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും 8 നഗരസഭകളിലെയും കണ്ണൂർ കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ പഞ്ചായത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാട്ടൂർ ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം SKP സക്കീറിയക്ക് വരണാധികാരിയായ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഡിവിഷൻ ക്രമ നമ്പർ അനുസരിച്ച് അംഗങ്ങളായ PV ജയശ്രീ ടീച്ചർ കുഞ്ഞിമംഗലം ഡിവിഷൻ, ലജു ജയദേവൻ കരിവള്ളൂർ ഡിവിഷൻ, രജനി മോഹനൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ ഡോക്ടർ V. ശിവദാസ് MP, KV സുമേഷ് MLA, മുൻ മുഖ്യമന്ത്രി EP ജയരാജൻ, മുൻ MP KK രാഗേഷ്, മുൻ MLA M. വിജയരാജൻ, സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ M. ഷാജർ, മുൻ ഭരണസമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ഭരണസമിതി യോഗം ചേർന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഹാളിൽ ചേർന്നു. ആദ്യ പ്രതിജ്ഞ ചെയ്ത് SKP സക്കറിയ അധ്യക്ഷനായി. യോഗത്തിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കമ്മീഷന്റെ അറിയിപ്പ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ വായിച്ചു. ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ 27 രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2:30-നും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. യാത്രക്കാർക്ക് തിരിച്ചടി. വീണ്ടും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു റെയിൽവേ. 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ജനറൽ ക്ലാസ് ടിക്കറ്റുകളുടെ വില 1 പൈസ വർദ്ധിപ്പിച്ചു. മെയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ എയർ കണ്ടീഷൻ ചെയ്യാത്ത കോച്ചുകൾക്കും എയർ കണ്ടീഷൻ കോച്ചുകൾക്കും കിലോമീറ്ററിന് 2 പൈസ വീതം നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ നിരക്ക് ഡിസംബർ 26 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നിരക്കുകൾ നിലവിൽ വന്നാൽ എയർ കണ്ടീഷൻ ചെയ്യാത്ത കോച്ചുകളിലെ 500 കിലോമീറ്റർ യാത്രയ്ക്ക് 10 രൂപ കൂടി അധികം നൽകേണ്ടി വരും. സർബൻ ട്രെയിൻ യാത്രക്കാരുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ ദീർഘദൂര യാത്രകൾക്ക് ഇനി കൂടുതൽ പണം നൽകേണ്ടി വരും. 215 കിലോമീറ്റർ വരെയുള്ള ജനറൽ ക്ലാസ് ടിക്കറ്റുകളുടെ വിലയിൽ മാറ്റമുണ്ടാകില്ല. പുതിയ നിരക്ക് വർധനവ് റെയിൽവേയുടെ വരുമാനത്തിൽ പ്രതിവർഷം 600 കോടി രൂപയുടെ വർധനവ് വരുത്തും. ഇത് 2ാം തവണയാണ് ഈ വർഷം മാത്രം നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. ജൂലൈയിൽ റെയിൽവേ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ എയർ കണ്ടീഷൻ ചെയ്യാത്ത ക്ലാസുകളിലെ നിരക്ക് കിലോമീറ്ററിന് 1 പൈസയും എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസുകളിലെ യാത്രാ നിരക്ക് കിലോമീറ്ററിന് 2 പൈസയും വർദ്ധിപ്പിച്ചു. മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകളിൽ വൈകാരിക മുഹൂർത്തങ്ങൾ. ശ്രീനിവാസന് ഏറെ പ്രിയപ്പെട്ട പേനയും എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന വാക്കുകൾ എഴുതിയ പേപ്പറും നെഞ്ചോട് ചേർത്തായിരുന്നു മലയാളത്തിന്റെ ശ്രീനിയുടെ മടക്കം. ഉറ്റ സുഹൃത്ത് സത്യൻ അന്തിക്കാടാണ് പേപ്പറും പേനയും ശ്രീനിവാസന്റെ ശരീരത്തിൽ ചേർത്തുവെച്ചത്. ധ്യാൻ ശ്രീനിവാസന്റെ താൽപര്യപ്രകാരമാണ് പേപ്പറും പേനയും മൃതദേഹത്തിൽ വെച്ചത്. ഉദയം പേരൂർ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ 11:30-നായിരുന്നു ശ്രീനിവാസന്റെ സംസ്കാരം. മക്കളായ വിനീതും ധ്യാനും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. ആയിരങ്ങളാണ് തങ്ങളുടെ പ്രിയ ശ്രീനിയെ കാണാനായി വീട്ടിലേക്ക് എത്തിയത്. 10 മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരുന്നതെങ്കിലും കാണാൻ ജനം ഒഴുകിയതോടെ 11 മണിക്ക് ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തമിഴ് താരം സൂര്യ ഇന്ന് രാവിലെ വീട്ടിലെത്തി ശ്രീനിവാസന് അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. പൃഥ്വിരാജ്, വിനീത്, ജഗദീഷ്, പാർവതി തിരുവോത്ത്, സംവിധായകൻ ഫാസിൽ എന്നിവർ ഇന്ന് വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 8:30 തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവിധ രോഗങ്ങളെ തുടർന്ന് കുറച്ചുകാലമായി ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ തിങ്കൾ മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് ഈ പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. അന്ത്യോദയ അന്നയോജന
മുൻഗണനാ വിഭാഗം എന്നീ റേഷൻ കാർഡുകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, EPF പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, IFSC കോഡ്, ആധാർ വിവരങ്ങൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം. ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായി വാർഷിക മസ്റ്ററിംഗ് നടത്തണം. ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല. ഗുണഭോക്താവ് 1 മാസമോ അതിൽ അധികമോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ ആ കാലയളവിലെ ധനസഹായം ലഭിക്കില്ല. തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 18% പലിശ സഹിതം തുക തിരിച്ചുപിടിക്കുമെന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ 47 പുതിയ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. 2025-30 വർഷത്തേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 47 ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. LDF-ലെ 22ഉം UDF-ലെ 21ഉം BJP-യിലെ 4ഉം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. റിട്ടേണിംഗ് ഓഫീസർമാരായ TT സുരേന്ദ്രൻ, R രോഹിൻരാജ്, KS ഇലക്ഷൻ രജിസ്ട്രാർ ഓഫീസറും നഗരസഭാ സെക്രട്ടറിയുമായ MK ഷിബു എന്നിവർ ചടങ്ങ് നിയന്ത്രിച്ചു. മുതിർന്ന അംഗം PV ചന്ദ്രനാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ടൗൺ ഹാളിൽ നടത്തിയ ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, കാഞ്ഞങ്ങാട് മണ്ഡലം MLA E ചന്ദ്രശേഖരൻ, മുൻ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, മുൻ വൈസ് ചെയർമാൻ ബിർടെക് അബ്ദുള്ള, മുൻ ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, പൗരപ്രമുഖർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങി അനേകം പേർ പരിപാടിയിൽ പങ്കെടുത്തു. പഞ്ചായത്തുകൾക്ക് പുതിയ ഭരണസമിതിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച രാവിലെ നടന്നു. കീഴല്ലൂർ പഞ്ചായത്തിലേക്ക് കാനാട് വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗമായ VV വനജാക്ഷിയാണ് ആദ്യ സത്യപ്രതിജ്ഞ ചെയ്തത്. വരണാധികാരി CP സ്മിത സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ബാക്കിയുള്ള 15 അംഗങ്ങൾക്കും വാർഡിന്റെ ക്രമപ്രകാരം VV വനജാക്ഷി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉപവരണാധികാരി S അജി സംബന്ധിച്ചു. തില്ലങ്കേരി പഞ്ചായത്തിലെ തെക്കമ്പൊയിൽ വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുരളീധരൻ കൈതേരിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത്. വരണാധികാരി P സാരീഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മുരളീധരൻ കൈതേരിയിലെ 12 അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉപവരണാധികാരി ദിനേശൻ പാറയിൽ സംബന്ധിച്ചു. കൂടാളിയിൽ വരണാധികാരി പ്രകാശൻ മുതിർന്ന അംഗം KC പ്രതാപചന്ദ്രന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അതിനുശേഷം അദ്ദേഹം 19 അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉപവരണാധികാരി KP സുധീർ കുമാറും സംബന്ധിച്ചു. തില്ലങ്കേരിയിൽ മുരളീധരൻ കൈതേരിയുടെയും കീഴല്ലൂരിൽ VV വനജാക്ഷിയുടെയും കൂടാളിയിൽ KC പ്രതാപചന്ദ്രന്റെയും അധ്യക്ഷതയിൽ പുതിയ ഭരണസമിതിയുടെ പ്രഥമ യോഗം ചേർന്നു. 27 നടക്കുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായിരുന്നു അജണ്ട. തില്ലങ്കേരിയിൽ T കൃഷ്ണൻ, K ഭാസ്കരൻ, PP സുഭാഷ്, P ശ്രീമതി, അണിയേരി ചന്ദ്രൻ, വത്സൻ തില്ലങ്കേരി, CV അപ്പു, CH വത്സരൻ, PK കുട്ടിയാലി എന്നിവർ സംബന്ധിച്ചു. കീഴല്ലൂരിൽ M രാജൻ, K അനിൽകുമാർ, PK ചന്ദ്രൻ, KV മിനി, KC അബ്ദുൾ ഖാദർ എന്നിവരും കൂടാളിയിൽ KC മനോജ്, PP നൌഫൽ, KM വിജയൻ, മഹേഷ് കക്കത്ത്, PP ഷൈമ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ജീവപര്യന്തം തടവ് എന്നതിന്റെ അർത്ഥം ജീവിതാവസാനം വരെ എങ്കിലും അത് ഭരണഘടനയുടെ അനുച്ഛേദം 72, 161 എന്നിവയ്ക്കും CRPC ചട്ടത്തിനും വിധേയമായ ഇളവിന്റെ ആനുകൂല്യത്തോടെ മാത്രമേ വിധിയാകൂ. അപൂർവമായ കേസുകൾ 25 മുതൽ 30 വർഷം വരെയോ അല്ലെങ്കിൽ ജീവപര്യന്തം വരെയോ പ്രതിക്ക് ഇളവില്ലാത്ത ശിക്ഷ വിധിക്കാം. എന്നാൽ 14 വർഷത്തിനു മുകളിൽ ജീവപര്യന്തം ശിക്ഷ വിധിക്കാൻ സെഷൻ കോടതിക്ക് അധികാരമില്ല. അത് ഭരണഘടനാ കോടതിയുടെ അധികാരമാണെന്നും ഉത്തരവിൽ പറഞ്ഞു. തുടർന്ന് ശിക്ഷ 14 വർഷത്തെ ജീവപര്യന്തമായി കുറച്ച കോടതി ഇളവിനായി അപേക്ഷ സമർപ്പിക്കാൻ പ്രതിക്ക് അനുമതി നൽകി.
5 മക്കളുടെ അമ്മയെ തീകൊളുത്തി കൊന്ന കേസിൽ കർണാടക സ്വദേശിയുടെ അപ്പീലിലാണ് ഉത്തരവ്. ശാരീരിക ബന്ധം എതിർത്തതിന് ബന്ധുവായ സ്ത്രീയെ പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ ക്രിമിനൽ നടപടിക്രമചട്ടത്തിന്റെ സെക്ഷൻസ് 428 പ്രകാരമുള്ള ഇളവിന്റെ ആനുകൂല്യം പ്രതിക്ക് നൽകണമെന്ന നിയമപ്രശ്നം മാത്രമാണ് പരിഹരിച്ചതെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. വിവാദമായ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിലൂടെ 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി പുറന്തള്ളിയത് 3 കോടിയിലധികം വോട്ടർമാരെ. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച 5 സംസ്ഥാനങ്ങളെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ച കേരളത്തിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ കണക്കാണിത്. 25 ലക്ഷത്തിനടുത്ത് ആളുകളാണ് കേരളത്തിൽ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിലുള്ളത്. തമിഴ്നാട്ടിലാണ് ഏറ്റവും വലിയ പുറന്തള്ളൽ നടന്നത്. 97.3 ലക്ഷത്തിലധികം പേരെ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി. 2ാം സ്ഥാനത്തുള്ള ഗുജറാത്തിൽ നിന്ന് 73.7 ലക്ഷത്തിന് അടുത്ത് വോട്ടർമാരെ പുറന്തള്ളി. പശ്ചിമബംഗാളിൽ നിന്ന് 58.2 ലക്ഷത്തോളം പേരെയും ഒഴിവാക്കി. 41.85 ലക്ഷം പേരെ വോട്ടർമാരെ രാജസ്ഥാനിൽ നിന്ന് പുറത്താക്കിയത്. ഗോവയിൽ നിന്ന് 10 ലക്ഷം, പുതുച്ചേരിയിൽ നിന്ന് 1 ലക്ഷം, ലക്ഷദ്വീപിൽ നിന്ന് 1500-ലധികം ആളുകളുടെ പേരും വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടി. വേനലവധിക്കാലത്ത് കുട്ടികൾക്കായി നടത്തുന്ന നിർബന്ധിത ക്ലാസുകൾ ഒഴിവാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വേനലവധി കാലത്ത് കുട്ടികൾക്കായി പ്രത്യേക ക്ലാസുകൾ പലരും സംഘടിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഈ നിർദ്ദേശം. നിരവധി വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും പരാതികൾ ലഭിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നീണ്ട അധ്യയന വർഷത്തെ പഠനഭാരത്തിന് ശേഷം കുട്ടികൾക്ക് ലഭിക്കുന്ന ആശ്വാസമാണ് വേനലവധി. ഇത് മാനസിക സമ്മർദ്ദങ്ങളില്ലാതെ കളിച്ചും ചിരിച്ചും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ചും ആഘോഷിക്കാൻ അവർക്ക് കഴിയണം. പഠന മികവിനൊപ്പം തന്നെ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനും അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. തുടർച്ചയായ പഠനം കുട്ടികളുടെ സർഗാത്മകതയും മാനസിക ഉല്ലാസത്തെയും കെടുത്തി കളയരുത്. കുട്ടികൾക്ക് സമ്മർദ്ദമില്ലാതെ പഠനം ആസ്വദിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയിൽ വിനോദത്തിനും വിശ്രമത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ളവരും അത് നന്നായി അറിയാവുന്നവരുമാണ് നമ്മുടെ അധ്യാപകർ. ഈ അവസരത്തിൽ ആ അറിവ് പ്രാവർത്തികമാക്കണമെന്ന് അധ്യാപകരും ഓർമ്മിപ്പിക്കുന്നതായി മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ സ്വാഭാവികമായ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവധി കാലത്ത് നിർബന്ധിത ക്ലാസുകൾ അടിച്ചേൽപ്പിക്കരുതെന്ന് എല്ലാ സ്കൂൾ അധികൃതരോടും ആവശ്യപ്പെടുന്നതായും മന്ത്രി പറഞ്ഞു. കാട്ടാനിറങ്ങി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ 4 വാർഡുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് അപകടം ഉണ്ടാകുന്നത് സാധ്യത ഉള്ളതിനാൽ BNS സെക്ഷൻ 161(1) പ്രകാരം ഡിസംബർ 21 വൈകിട്ട് 4 മണി മുതൽ 22 വൈകിട്ട് 6 മണി വരെ കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ 6, 7, 9, 11 വാർഡുകളിൽ പൊതുജനങ്ങൾ ഒത്തുകൂടുന്നത് നിരോധിച്ച് നിരോധനാജ്ഞ പുറപ്പെടുവിച്ച് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉത്തരവിട്ടു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.